ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മരീൻസ് കിച്ചൺ റെസിപ്പീസ്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കറികൾ മാത്രമല്ല കേട്ടോ, വേറെ 2 ഐറ്റമാണ്. ഒന്ന് ശർക്കര വരട്ടിയും ഒന്ന് കായുപ്പേരും. അതിലത്തെ ശർക്കര വരട്ടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ഒരു 3 കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ 3 കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം, വീഡിയോ കാണാം. ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നേന്ത്രക്കായ തൊലി പൊളിച്ചിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ നേന്ത്രക്കായ തൊലി പൊളിക്കുകയാണ് വേണ്ടത്, ഒരിക്കലും തൊലി ചെത്തിയിട്ട് ഉപ്പേരി ഉണ്ടാക്കരുത് കേട്ടോ. അത് അതിൽ കിടക്കട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ഇതിൻ്റെ ശർക്കര പാനി റെഡിയാക്കിയിട്ട് ഒരു ഇച്ചിരി വലുപ്പമുള്ള ഒരു ബെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലോ മീഡിയത്തിലോ വെച്ചിട്ട് ഇതിൻ്റെ പാനി റെഡിയാക്കി എടുക്കാം. പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതങ്ങ് തീ ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇനി നമുക്കിത് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അതേസമയം ഇവിടെ കായ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നുറുക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നുറുക്കിയെടുക്കാം. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ല കായ നുറുക്കുന്നത്. അപ്പോൾ ഞാൻ നുറുക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഇതുപോലെയാണ് നുറുക്കുന്നത്. കത്തി ഒന്ന് ചിരിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നുറുക്കിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ 2-3 രീതിയിൽ കായ നുറുക്കിയെടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ കത്തി ചിരിക്കാണ്ട് വെച്ചിട്ടോ നിങ്ങൾക്ക് മുറിക്കാം. അതുപോലെ തന്നെ ഇതുപോലെ നീളത്തിലും ഇത് മുറിച്ചെടുക്കാം. അപ്പോൾ കായ മുറിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വറുത്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. ഉപ്പേരികൾക്ക് എല്ലാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇതൊരു മീഡിയം ചൂടായി കഴിഞ്ഞാൽ കായ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ വെളിച്ചെണ്ണയുടെ അതനുസരിച്ചിട്ട്, അതായത് 1 ട്രിപ്പായിട്ടോ 2 ട്രിപ്പായിട്ടോ നിങ്ങൾക്കിത് വറുത്ത് കോരാം. അതുപോലെ വറുക്കുന്ന സമയത്ത് ഓയിലിന് ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല, മീഡിയത്തിനേക്കാളും കുറച്ച് താഴെ കിടന്നാൽ മതി. പിന്നെ ഇത് വറുത്ത് വരാനായിട്ട് ഒരു ഇച്ചിരി സമയം വേണം. ഒരു ഇച്ചിരി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. അത് ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് എടുക്കുന്നത്. ഇത് ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ആയിട്ടില്ല. കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലും വിട്ടിട്ട് കളറൊന്ന് മാറാൻ തുടങ്ങും, ഒരു ചുമന്ന കളറിലേക്ക് മാറാൻ തുടങ്ങും. ആ സമയം നമുക്ക് വറുത്ത് കോരി മാറ്റാം. ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. ഇത് നമ്മൾക്കിത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇപ്പം തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് നന്നായിട്ട് തണുത്ത് വരണം. നന്നായി തണുത്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന എല്ലാ പൊടികളും ഈ ഒരു ശർക്കര വരട്ടിയുമേ പിടിക്കത്തുള്ളൂ. ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ശർക്കര പാനീൻ്റെ നൂൽപ്പരുവാണ്. അപ്പോൾ ഇതൊരു പേപ്പറിലേക്ക് അങ്ങോട്ട് അല്ലെങ്കിൽ അരിപ്പായിലേക്ക് വിരിച്ചിട്ട് നന്നായിട്ട് ചൂട് മാറ്റിയെടുക്കുക. അത് ചൂട് മാറി വരുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് ചുക്ക് ഇട്ട് കൊടുക്കാം. ചുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ കറിജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. ചുക്കും ജീരകം കുറച്ച് കൂടുതൽ വേണം. ഏലക്കായ കുറച്ച് മതി, ഒരു 3-4 മതി. അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് കൂടാതെ നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് മാറ്റി വയ്ക്കണം. ഞാൻ ചുക്കും ജീരകം പൊടിച്ച സെയിം പാത്രത്തിൽ തന്നെയാണ് പഞ്ചസാരയും പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് പൊടിക്കുക. കായ നന്നായി തണുത്ത് വന്നു കഴിഞ്ഞാൽ ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുക ഒരു പാത്രത്തിലേക്ക്. ഈ പാത്രത്തിലാണ് ഞാനിപ്പോൾ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കണം. ഏകദേശം ഒരു നൂല് അല്ലെങ്കിൽ 2 നൂൽ പരുവത്തിലാണ് ഈ പാനി വരേണ്ടത്. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 2 നൂല് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ചെടുത്ത ചുക്ക്, ജീരകം, ഏലക്കായൻ്റെ കൂട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ശർക്കരപ്പാനിക്കകത്തോട്ട്. ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. 1 നൂലോ 2 നൂലോ പരിവാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടത്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച കായ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം തീ വെച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു ശർക്കര പാനിക്കകത്ത് നമ്മുടെ കായ നന്നായിട്ട് വിളയിച്ചെടുക്കണം എന്ന് തന്നെ പറയാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് അരിപ്പൊടി, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് വിതറി കൊടുക്കാം. അതിൻ്റെ കൂടെ ചുക്ക് ജീരകം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളാണ് ഈ ശർക്കര പാനിയുമെന്ന് നമ്മുടെ ശർക്കര വരട്ടീനെ വിടാനായിട്ട് സഹായിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പൊടികൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ആദ്യം ചേർത്തതിൽ നിന്ന് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ പിന്നെയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ അരിപ്പൊടി. ഈ അരിപ്പൊടിക്ക് പകരം
അരി വറുത്ത് പൊടിച്ചതായാലും മതി, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഇതിങ്ങനെ മിക്സ് ചെയ്യാനായിട്ട്, എങ്കിലും നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടിക്കകത്ത് ശർക്കര വരട്ടി നന്നായി മിക്സ് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ടേസ്റ്റും കളറും എല്ലാം നമ്മുടെ ശർക്കര വരട്ടിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ശർക്കര വരട്ടി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറേശ്ശെ പൊടിയും ചേർത്ത് കൊടുത്തായിരുന്നു. കൂടെ ഞാനിപ്പോൾ ചുക്ക് ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ശർക്കരപ്പാനി ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടിയും കൂടുതൽ കിട്ടും. ഇത് നന്നായി മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം.